ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. അപ്പം മറൂസ് മദ്രസയിൽ പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത്. അപ്പം ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓട്ടോ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പം മോൻ അതാ കൊണ്ടാക്കുവാണ്. മോനിക്ക് രാവിലെയാണ് കേട്ടോ, റൈഹുവിന് രാവിലെയാണ് മദ്രസ. അപ്പം മറൂസ് മോള് മദ്രസയിൽ പോയിട്ട് ഒരു 6 മണിയാകുമ്പോൾ തിരിച്ചു വരും. അപ്പം ഇതാ ഓട്ടോ വന്ന് ഓട്ടോയിൽ കുറേ കുട്ടികളുണ്ട് കേട്ടോ. അപ്പോൾ ഓട്ടോയിൽ കയറി ഇതാ മറൂസ് പോകുന്നുണ്ട്. അപ്പം മറൂസിനെ പറഞ്ഞയച്ചിട്ട് ഇതാ ചിക്കൻ കറി വയ്ക്കാനായിട്ട് ഞാൻ സവാളയൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ഇതാ പച്ച കുരുമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചക്കുരുമുളകും കൂടി ഇട്ട് ഒന്ന് അരച്ചെടുക്കണം. ശകലം വെള്ളവും കൂടി ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചക്കുരുമുളകൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുവിട്ട് പൊട്ടിക്കാം. കടുവിട്ട് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉലുവയാണ്. ഒരല്പം ഉലുവയും കൂടി ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും പിന്നെ നമുക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് വരട്ടിയെടുക്കണം കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വരട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് 6 മണിയായപ്പോഴത്തേക്ക് മദ്രസ വിട്ട് ഓട്ടോയിൽ മറൂസ് വീട്ടിൽ എത്തി. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചക്കുരുമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ടൊന്നും കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല ചേർത്ത് കൊടുത്ത് മുളക് പൊടി കാശ്മീരിയുടെ മുളക് പൊടിയാണ് കേട്ടോ, അതും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് നല്ല പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ കറിയുടെ പാത്രം ചെറിയ അടുപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ അടുപ്പിലേക്ക് ഞാൻ ഒരു പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് നമുക്ക് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് ഒരട്ടിക്ക് വേണ്ടിയാണ്. അപ്പോൾ ഒരട്ടിക്ക് മാവ് കഴിക്കാനാണ്. അപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് നേരം ചിക്കൻ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പം ഇവിടെ ചിക്കൻ കറിക്കൊക്കെ നല്ല ഗ്രേവി വേണം കേട്ടോ. അപ്പോൾ ഇച്ചിരി നീട്ടിയാണ് കേട്ടോ കറി വെക്കുന്നത്. അല്ലെങ്കിൽ നാളെ ആകുമ്പോഴത്തേക്ക് കറി എടുക്കുമ്പോഴത്തേക്ക് ഒരുപാടങ്ങ് വറ്റിയിരിക്കും. പിന്നെ ചാറ് കാണത്തിലൊട്ടും കേട്ടോ. ഇവിടെ ചാറാണ് ഒരുപാട് വേണ്ടത്. കഷ്ണം കുറവായാലും കുഴപ്പമില്ല, ചാറ് ഒരുപാട് വേണം. അപ്പം ഞാൻ ഇച്ചിരി നീട്ടിയാണ് കേട്ടോ വെക്കുന്നത്.
അപ്പോൾ ഇതാ നമ്മുടെ ഉരട്ടിയുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കുറച്ച് ചേർത്തിട്ട് ഇളക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ഇതാ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടില്ല, ലോ ഫ്ലെയിമിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറേശ്ശെ മാവ് ചേർത്ത് ഇതേപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇപ്പം ഏകദേശം കുഴച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതേപോലൊരു വലിയൊരു പാത്രത്തിലേക്ക് ഞാൻ മാവ് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ വെച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാനൊക്കെ പാടാം. അപ്പോൾ ഇതേപോലൊരു വലിയ പ്ലേറ്റിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കാൻ നമുക്ക് വേഗം തന്നെ കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മാവ് നമുക്ക് കൈ കൊണ്ട് ഇതേപോലെ കുഴച്ചെടുക്കാനൊക്കെ പാടില്ലേ. അപ്പോൾ ഇതേപോലെ സ്പാച്ചുല വെച്ചിട്ട് ഇതേപോലെ ആക്കി കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നിയത്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും ചെയ്യുന്നത്. ഇതാകുമ്പോൾ നമ്മുടെ കൈ പൊള്ളത്തുമില്ല, ആ ചൂടോടുകൂടി തന്നെ നമുക്ക് കുഴച്ചെടുക്കാനും പറ്റും. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് ഏത് ചൂടായിട്ടുള്ള ആ മാവ് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയും ഒരട്ടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതാ ഇനി കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ ശരി, ബായ്, അസ്സലാമു അലൈക്കും.